കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം സൊസൈറ്റിയുടെ 2 നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷ ഇന്ന് രാവിലെ കണ്ണൂരിൽ നടക്കുകയായിരുന്നു. അതിനിടയിൽ വലിയ സംഘർഷമുണ്ടായി. ചോദ്യപേപ്പർ വലിച്ചു കീറി ആ പരീക്ഷ അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ, അതായത് ആ ഹാളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ വളരെ സ്മൂത്തായി ഈ പരീക്ഷ നടക്കുന്നു എന്നതിൻ്റെ കാര്യങ്ങൾ ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നമ്മളോട് ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി PV ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് ശരിക്കും സംഭവിച്ചത്? കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള പ്യൂണ് നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള 2 പരീക്ഷയാണ് ഇന്ന് രാവിലെ നടക്കാനുണ്ടായിരുന്നത്. അപ്പോൾ മുന്നേ സഹകരണ വകുപ്പ് നമുക്ക് അനുവദിച്ച് തന്ന ഈ 2 തസ്തികയിലേക്കും കഴിഞ്ഞ 14/3/2026 തീയതിയിൽ 2 പ്രചാരമുള്ള 2 പത്രങ്ങളിൽ അതിൻ്റെ പത്രപരസ്യം നൽകി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. അതിനുശേഷം അതിൻ്റെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 16/4/2026 ആയിരുന്നു. അതിനുശേഷം നമുക്ക് കിട്ടിയ അപേക്ഷയെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള 54 പ്യൂൺ അപേക്ഷ, എലിജിബിൾ ആയിട്ടുള്ള 54 പ്യൂൺ അപേക്ഷകരിൽ അവർക്ക് രജിസ്റ്റേർഡ് ലെറ്റർ നോട്ടീസ് അയച്ചു. അതിനുശേഷം ആ പരീക്ഷ നിശ്ചയിച്ചത് രാവിലെ 10 മണിക്കായിരുന്നു. അതിനുശേഷം നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷ കൃത്യം 11:15 ആ നിലയിലായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പരീക്ഷ നടത്താൻ വേണ്ടി സംഘം ഏൽപ്പിച്ചിട്ടുള്ള അതിൻ്റെ എക്സാമിനറും കാര്യങ്ങളും എല്ലാം ഇന്ന് രാവിലെ കാലത്ത് 10:55 സമയത്ത് നമ്മുടെ എക്സാം ഹാളിലേക്ക് വന്ന് അതിൻ്റെ ഹോൾ ടിക്കറ്റ് എല്ലാം പരിശോധിച്ച് ചോദ്യപേപ്പർ കൊടുത്ത ഉടനെ നമ്മുടെ ഈ എക്സാമിനർ ഈ ഹോൾ ടിക്കറ്റ് വെരിഫൈ ചെയ്ത് പിറകിലോട്ട് വരുമ്പോൾ ഹോൾ ടിക്കറ്റ് ഇല്ലാതെ ഒരാൾ അതിൽ ഹാളിലിരിക്കുകയും അയാളോട് ഹോൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ അത് തൊട്ട് പിറകിലുള്ള 2-3 പേര് ഹോൾ ടിക്കറ്റ് ഇല്ലാതെ നമ്മുടെ എക്സാമിനോട് തട്ടിക്കയറി അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സാമിനർ കൊടുത്തിട്ടുള്ള എല്ലാ ചോദ്യപേപ്പറും വലിച്ചു കീറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണമായിട്ട് ഇതിന് ശേഷം നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും ഈ ചോദ്യപേപ്പർ വലിച്ചു കയറിയിട്ടുള്ള ആളുകൾ പറയുന്നത് നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള നിലയിലുള്ള വ്യാജമായിട്ടുള്ള പരാതികളും ആരോപണങ്ങളുമാണ് സംഘത്തിനെതിരെ ഉന്നയിക്കുന്നത്. നമുക്ക് കിട്ടിയുള്ള 54 അപേക്ഷകളിൽ 54 അപേക്ഷകർക്കും രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്യൂൺ തസ്തികയിലേക്ക് കിട്ടിയ അവർക്കും കൃത്യമായിട്ട് രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സംഘത്തിൻ്റെ കൈവശമുണ്ട്. ആർക്കും അയക്കാതിരുന്നിട്ടില്ല. ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടാതെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് തപാൽ അയക്കുന്നതാണ്. കൈപ്പറ്റാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, സ്ഥലത്തില്ലാത്ത ആളുകൾ അതെല്ലാം വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ സംഘത്തിൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘത്തിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം അടക്കം ഒരുക്കണം എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹാളിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയ ആൾ സെക്രട്ടറി എന്നുള്ള നിലയിൽ യാതൊരു പരാതിയുമായിട്ട് സെക്രട്ടറിനെ സമീപിച്ചിട്ടില്ല. ഞാൻ താഴെ ഹാളിലിരിക്കുന്ന സമയത്ത് ഒച്ചകെട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് വലിയ നിലയിലുള്ള ബഹളവും കാര്യങ്ങളും നമ്മളടുത്ത് എക്സാം ചെയ്യുന്ന ആളുകളെ അടക്കം തട്ടിമാറ്റി വലിയ നിലയിലുള്ള ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പോലീസ് സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പോലീസുകാർ മാത്രം അംഗങ്ങളായിട്ടുള്ള തികച്ചും രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു സഹകരണ സംഘമാണ്. അപ്പോൾ സംഘത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 കോടി രൂപയോളം ഡെപ്പോസിറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അടക്കമുള്ള ഒരു വലിയ നിലയിൽ പ്രവർത്തിക്കാൻ സാധ്യതയും സാഹചര്യവുമുള്ള ഒരു സഹകരണ സംഘമാണ്. അതിൽ വളരെ സുതാര്യമായിട്ട് എക്സാം നടത്തുമ്പോൾ വളരെ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിലയിലാണ് ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ളത്. അതിൽ വലിയ നിലയിൽ പ്രശ്നം ഉന്നയിക്കുന്ന ആളുകൾ അവർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായി സംഘ സെക്രട്ടറിന് പല ആളുകൾക്കും പല ആളുകൾക്കും ഇത് രജിസ്റ്റേർഡ് അയച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ KSUവിൻ്റെ വലിയ നേതാവാണെന്നും എല്ലാം ചാനലുകാരാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘത്തിൽ വന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ അങ്ങനെ അയാൾ ഉന്നയിക്കുന്ന ആരോപണത്തിൽ വല്ല കഴമ്പുണ്ടെങ്കിൽ അയാൾക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് നമ്മൾ അയക്കില്ലല്ലോ. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്, സംഘത്തെ അപകീർത്തിപ്പെടുത്തലാണ്, ജില്ലാ പോലീസിന് തന്നെ അപമാനം ആവുന്ന വിധത്തിൽ ഈ നിലയിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ട് ഈ നിലയിലുള്ള വിഷയങ്ങൾ നിരന്തരമായിട്ട് കുറച്ച് കാലങ്ങളായി ഉണ്ടാകുന്നത് സംഘത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കടക്കം വലിയ നിലയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ സംഘം പോകും. അത് വളരെ ഗൗരവത്തിൽ നമ്മളെല്ലാവരും കാണേണ്ട ഒരു സംഭവമാണ്. ഈ സംഘത്തിനെതിരെ മറ്റ് ആക്ഷേപങ്ങൾ, ഇവിടുന്ന് ബില്ല് ഉൾപ്പെടെ വോച്ചർ ഉൾപ്പെടെ കടത്തി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എല്ലാം രാഷ്ട്രീയ പ്രേരിതമായ ആക്ഷേപത്തിലേക്കാണ്. അതൊക്കെ സംഘത്തിൽ മുന്നേ ഓഡിറ്റ് കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല.
അതെല്ലാം വെറും രാഷ്ട്രീയ പ്രേരിതമായി സംഘത്തെ ആക്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് ചെയ്യുന്നതാണ്. ഈ സെക്രട്ടറിയുടെ കുടുംബത്തിലെ ആർക്കോ വേണ്ടി നടത്തിയ പരീക്ഷ എന്നൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ വിഷമം തോന്നിയോ? വിഷമം തോന്നി. കാരണം വെച്ചാൽ എൻ്റെ ബന്ധു ഇതിൽ അപേക്ഷകയല്ല, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും ഈ അപേക്ഷകളില്ല. പിന്നെ ഈ നിലയിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആർക്കെങ്കിലും നിയമനം കൊടുക്കാൻ വേണ്ടി എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇതെല്ലാം തികച്ചും യാന്ത്രികമായും യാദൃശ്ചികമായും ഇങ്ങനെ ഉന്നയിക്കുന്ന തികച്ചും വസ്തുതാനിഷ്ഠമായി വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ. സൊസൈറ്റിക്കെതിരായ ഒരു നീക്കം എന്നുള്ള രീതിയിൽ തന്നെയാണോ ഇതിനെ കാണുന്നത്? അതെ, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി പത്രങ്ങളിൽ സംഘവുമായി ബന്ധപ്പെട്ട് യാതൊരു അടിസ്ഥാനമില്ലാതെ കുറേ ആരോപണങ്ങൾ സംഘത്തിനെതിരായി വരികയാണ്. അത് സംബന്ധിച്ച് സംഘം സെക്രട്ടറി എന്നുള്ള നിലയിൽ ജീവനക്കാരെ എല്ലാം വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഈ നിലയിൽ പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് സംഘത്തിലെ ആന്തരിക കാര്യങ്ങൾ വഴങ്ങി സംഘം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ സംഘത്തിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ജീവനക്കാരെല്ലാം ജാഗ്രത പാലിക്കണം എന്നുള്ള നിലയിലടക്കം കഴിഞ്ഞ ദിവസം ജീവനക്കാരെ അടക്കം വിളിച്ച് സംസാരിച്ചതാണ്. ഇപ്പോൾ ഈ പരീക്ഷയും ബന്ധപ്പെട്ട് ഈ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം കാര്യങ്ങളൊക്കെ തന്നെ സുതാര്യമായി തന്നെ എല്ലാവരും കൃത്യമായി ഹാളിൽ ഇരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. ഓക്കെ അപ്പോൾ ഏകദേശം 10:55 ആകുമ്പോഴൊക്കെ നമ്മുടെ എക്സാമിന് ഓരോന്ന് എല്ലാവരും ഹാളിൽ നിങ്ങൾക്ക് CCTV നോക്കിയാൽ തന്നെ കാണാം. എല്ലാവരും ഹാളിലിരുന്ന് വളരെ സ്മൂത്തായി പരീക്ഷ തുടങ്ങാൻ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പരീക്ഷ തുടങ്ങേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ബാക്കിൽ നിന്ന് അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതിനെതിരെ പോലീസിൽ പരാതി നൽകാനാണോ തീരുമാനം? കാരണം ഈ പരീക്ഷ അലങ്കോലപ്പെട്ടു, ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോയി, ക്വസ്റ്റ്യൻ പേപ്പർ കീറി എറിഞ്ഞു, ഇങ്ങനെ എന്തായാലും പരാതി നൽകാൻ തന്നെയാണ് സംഘം പരാതി നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംഘം ഭരണസമിതിയുമായി ആലോചിച്ച് ഇനി എന്താണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് സംഘം ഭരണസമിതിയുടെ നിശ്ചയപ്രകാരമാണ് ചെയ്യുക. നിയമപരമായി തന്നെ നേരിടും. ഈ വിഷയത്തെ നിയമപരമായി തന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് സംഘം ഭരണസമിതി ആലോചിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരാതി നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല? 8-ാം തീയതി സഹകരണ സംഘം രജിസ്ട്രാർക്ക് പരാതി നൽകി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ആ പരാതി നിങ്ങൾക്ക് അയച്ചു കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല? യാതൊരു പരാതി സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇൻ കേസ് ആർക്കെങ്കിലും ഹോൾ ടിക്കറ്റ് കിട്ടാതിരുന്നൊരു സാഹചര്യം വരുമ്പോൾ അത് ഇഷ്യൂ ചെയ്യാനും നമ്മൾ തയ്യാറായിരുന്നു. ആർക്കെങ്കിലും ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറക്കും, അങ്ങനെ വിഷയങ്ങളൊക്കെ വരുമല്ലോ, കിട്ടാത്ത വിഷയമൊക്കെ. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ സുതാര്യമായി നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ നിലയിൽ അനാവശ്യമായി പ്രകോപനം സൃഷ്ടിച്ച് സംഘം ഹാളിലേക്ക് കടന്നു വന്ന് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം? അല്ല, ഞാനിവിടെ 2004 മുതൽ ജോലി ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ഇതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ ഇഷ്യൂസ് ഉള്ള ഒരു ആളാണ് ഞാൻ. അത് മാനസിക പ്രയാസമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഇത്രയും നല്ല സ്കോപ്പുള്ളൊരു സംഘത്തിൽ ഈ നിലയിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ വിഷയങ്ങൾ ഉണ്ടാക്കി സംഘത്തിൻ്റെ പേര് തന്നെ കളങ്കപ്പെടുത്തുന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നത് ഒരിക്കലും സംഘത്തെ സംബന്ധിച്ച് നല്ലൊരു കാര്യമല്ല. എന്തായാലും വലിയ രീതിയിലുള്ള പ്രയാസം പറയുകയാണ് PV ശ്രീജിത്ത്. അദ്ദേഹം ഇതിന് ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഭരണസമിതിയും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. തികച്ചും സുതാര്യമായ രീതിയിൽ ഒരു പരീക്ഷ നടത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് സൊസൈറ്റി കടന്നത്. അതിന് മാർച്ച് 14-ാം തീയതി പത്രങ്ങളിൽ അപേക്ഷ ക്ഷണിച്ചു. 2 പത്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നൽകി എന്നാണ് സൊസൈറ്റി വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ ഏപ്രിൽ 16-ാം തീയതി വരെ അപേക്ഷ നൽകാനുള്ള ഒരു സമയം കൊടുത്തു. അതിൽ 54 പേർ ഈ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. അവർക്കെല്ലാം തന്നെ ഈ ഹോൾ ടിക്കറ്റ് അയക്കുകയും ചെയ്തു. അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. KSUവിന് ഇന്ന് സമരം പ്രതിഷേധം നടത്താൻ എത്തിയ KSUവിൻ്റെ നേതാവിന് പോലും ഇത്തരത്തിൽ ഹോൾ ടിക്കറ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയമായ ഒരു നിയമനത്തിന് വേണ്ടി തങ്ങൾ ശ്രമിച്ചു എന്ന ആക്ഷേപം അവിടെ തന്നെ ഇല്ലാതാകുന്നു എന്നാണ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള ഇടപെടലും ഒന്നും സൊസൈറ്റി നോക്കിയിട്ടില്ല. രാഷ്ട്രീയമായ ഒരു കാര്യങ്ങളും സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സൊസൈറ്റി തീർത്തും രാഷ്ട്രീയത്തിന് അപ്പുറം 4000-ഓളം പോലീസുകാരുടെ ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി. അങ്ങനെ 250 കോടിയോളം രൂപയുടെ ആസ്തിയൊക്കെയുള്ള ഈ സംവിധാനത്തെ തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അതിൽ വലിയ വിഷമമുണ്ട് എന്നാണ് സൊസൈറ്റിയുടെ സെക്രട്ടറി PV ശ്രീജിത്ത് വ്യക്തമാക്കുന്നത്. സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്നത്. വലിയ പ്രയാസം അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. അവിടെ സ്മൂത്തായി കാര്യങ്ങൾ പോകുന്നു എന്നത് ആ തുടക്കത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഹോൾ ടിക്കറ്റ് പരിശോധിക്കുന്നു, അതിനിടയിൽ ഉണ്ടാകുന്ന സംഘർഷം, അങ്ങനെ അവിടെ ചോദ്യപേപ്പർ വലിച്ചു കീറുന്ന ഒരു സാഹചര്യം, നിയമപരമായ നടപടിയിലേക്ക് പോകാതെ ഒരു പരീക്ഷ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ സൊസൈറ്റി ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷാവസ്ഥ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം തന്നെ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ പരീക്ഷ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകും എന്നുകൂടിയാണ് ഇപ്പോൾ സൊസൈറ്റി സെക്രട്ടറി കൂടിയായ PV ശ്രീജിത്ത് കണ്ണൂർ വിഷനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.